ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടർക്രാഫ്റ്റ് വിത്ത് എസ് പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രീ ഹൗസാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ ചെറിയ മനോഹരമായിട്ടുള്ള ചെറിയൊരു വീട് നമ്മളൊരു മരത്തിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇതിൻ്റെ മരമാണ്. മരം നമ്മൾ അതിൻ്റെ മെയിൻ തടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയൊരു തടി കഷ്ണത്തിൽ നമ്മൾ കാർവ് ചെയ്തിട്ടാണ്. അത് നമ്മളിത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ഒരു ഉളിയൊക്കെ വെച്ച് നമ്മളിത് കാർവ് ചെയ്തെടുക്കും. കാർവ് ചെയ്തിട്ട് ഒന്ന് മിനുസപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിനും ചെറിയ ബ്രാഞ്ചുകൾ നമ്മൾ അതിൽ ആഡ് ചെയ്യും. അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് പല പല ഷേപ്പിൽ നമ്മൾ ബ്രാഞ്ചുകൾ ആഡ് ചെയ്യും. ശേഷം നമ്മൾ ഇതിന് വേണ്ടത് ചെറിയ ചെറിയ ബ്രാഞ്ചുകളാണ്. ലീഫ് വെക്കാനുള്ള ബ്രാഞ്ചുകൾ നമ്മൾ ചെറുത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ നമ്മളിതിൽ ആഡ് ചെയ്യണം. ഇനി വേണ്ടത് ഇതിൻ്റെ ലീഫാണ്. ലീഫ് ഞാൻ സിൻഡ്രല്ലയുടെ ചാരിയറ്റ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ, ആ ഫ്ലവർ ചെയ്ത പോലെ തന്നെ നമ്മൾ വുഡിൻ്റെ ചെറിയ ചെറിയ ചീളുകൾ വെച്ചിട്ട് അതുകൊണ്ട് ലീഫ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുത്ത് നമ്മളിത് ഓരോന്നായിട്ട് ഒട്ടിച്ച് നമ്മളിത് ഉണ്ടാക്കും. ലീഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് പെയിൻ്റ് അടിക്കണം. പെയിൻറ്റ് ഗ്രീൻ കളർ നമ്മൾ ലീഫിൽ അടിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ തടിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യണം. പക്ഷെ ഞാനിതിൽ പെയിൻ്റ് അല്ല ചെയ്തിരിക്കുന്നത്, അതൊരു ചെറിയ വർക്കാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മരക്കഷ്ണത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ആ തൊലി ഞാൻ ചെറിയ ചെറിയ പൊടികളാക്കിയിട്ട് ആ പൊടി നമ്മൾ ആദ്യം ഇത് വാർണിഷിൽ അടിച്ച്, ഈ തടി മുഴുവനും വാർണിഷ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പൊടി വിതറിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ജസ്റ്റ് പെയിൻറ്റ് പോലെ അടിച്ചു കൊടുത്തേക്കാണ്. ഇനി നമ്മൾ ഇതിന് ഹൗസ് ബിൽഡ് ചെയ്യാണ്. ഇത് ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു ട്രീ ഹൗസ് ചെറുതായതുകൊണ്ട് ഒരു 1 റൂമിൻ്റെ ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 1 റൂമിൻ്റെ സെറ്റ് നമ്മൾ ചെയ്യും. വിൻഡോസും ഡോർസ് ഇതിൽ വരുന്നുണ്ട്. വിൻഡോ നമ്മൾ വിൻഡോയുടെ ഗ്ലാസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. ആ കവർ അതിൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ച് നമ്മളത് ഒട്ടിച്ച് ചേർത്തിരിക്കുന്നതാണ്. വാൾ മുഴുവനും ഒരു വുഡിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് ട്രീ ഹൗസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോറക്സ് ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ നമ്മൾ എടുത്തിട്ട് അതൊരു വുഡ് പാനൽ പോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ പിന്നീട് അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വുഡിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വുഡിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിൻ്റെ റൂഫ് വയ്ക്കാം. റൂഫ് ഈ പറഞ്ഞ പോലെ ആ ഷേപ്പിൽ നമ്മൾ ഫോറക്സിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോറക്സിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കൊണ്ടുള്ള പോസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യും. എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യാനായിട്ടൊരു നമ്മൾ ബീമുകൾ കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഈ ഓരോ പോസ്റ്റിൻ്റെ ടോപ്പിൽ നമ്മൾ ചെറിയ ചെറിയ ഗ്രൂമിങ് പോലെ കൊടുക്കും, അതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ പോസ്റ്റിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഗ്രില്ല് ചെയ്ത്
അത് ഒരു ഭംഗിയുള്ള ഹാൻഡ് റെയിലാക്കി മാറ്റും. ഇനി ഇതിൻ്റെ അടിവശം നമ്മൾ കുറച്ച് തിക്നെസ്സിനായിട്ട് ഒരു എന്താ പറയുക, ഒരു തിക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ ചെറിയ പീസുകൾ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെയറാണ്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ സ്റ്റെയർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് പതുക്കെ നമ്മൾ പിന്നീട് എല്ലാ വർക്കും ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഒട്ടിച്ച് ചേർക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സ്റ്റെയർ ചെയ്യാം. സ്റ്റെയർ ചെയ്താൽ മാത്രം പോരാ, അതിന് ഹാൻഡ് റെയിലും ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് അളവ് നോക്കിയിട്ട് ഏകദേശം ഒരു അളവ് വരുന്ന രീതിയിൽ നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. സ്റ്റെയർ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് നമ്മൾ ഡാർക്ക് കളറാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പഴയൊരു ട്രീ ഹൗസാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് കളറാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പം നമ്മുടെ ട്രീ ഹൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ട്രീ ഹൗസിന് താഴെ നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മോസസാണ്. മോസസ് വളരെ ഗ്രീൻ ഫീൽ നമുക്ക് തരും, നല്ലൊരു മൈതാനത്തിൻ്റെ ഫീൽ നമുക്ക് തരും. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ടിൽ ദെൻ ബൈ.